സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഹായ്, ഞാൻ ബൃംഗന. ഞാൻ ഹാബിറ്റ് ആൻഡ് ജേർണലിംഗ് തെറപ്പി കോച്ചാണ്. മെയിനായിട്ടും ജേർണലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ പ്രൊഡക്ടിവിറ്റി, കൺസിസ്റ്റൻസി, പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഈ ഒരു പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും സെഷൻസും പേഴ്സണൽ മെൻറ്ററിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്രീ സെഷൻസും ഫ്രീ ആയിട്ടുള്ള ഡെയിലി ടാസ്ക് ചലഞ്ചസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മൾ റീസെറ്റാണ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ 2025 എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. ഇതിന് ശേഷം നമ്മുടെ 2025 ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക. ഇതിൽ ഫുൾ ബെസ്റ്റ് മെമ്മറീസും, അതായത് നമ്മൾ വീണ്ടും നമുക്ക് ആ ഒരു മൊമെൻ്റ് ഒന്നും കൂടെ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, അത് എഴുതി വെക്കുക. നമ്മളിങ്ങനെ ഓർത്തെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അത് ഓരോന്നും ഇങ്ങനെ ജോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഫുള്ള് എഴുതി വെക്കുക. കുറച്ചൊരു സമയം എടുക്കുമായിരിക്കും, പക്ഷെ സമയം എടുത്ത് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ എല്ലാ അടിപൊളി കാര്യങ്ങളും എഴുതി വെക്കാം. എഴുതാന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ഇതിന് ശേഷം നമ്മൾ നമ്മളുടെ മുമ്പത്തെ ഗോൾസിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ നടന്നതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിൽ ചില ഗോൾസ് ഓൺ പ്രോസസ്സായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായി പക്ഷെ നമുക്ക് ഒട്ടും പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ കേസിലൊക്കെ പറയുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് വെയിറ്റ് ലോസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഈ വർഷം റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഈ വർഷം 2026 ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ, അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ എടുക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ഇയർ അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാം. എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത്, എന്തൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത്, നമുക്കത് എങ്ങനെ നെക്സ്റ്റ് ഇയർ മാറ്റാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചോദിച്ചതിന് ശേഷം എഴുതാം. എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ ആൻസേഴ്സ് വരും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഓ ഇതായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ വരുമായിരുന്നു. എൻ്റെ കൺസിസ്റ്റൻസി ആയിരുന്നു പ്രോബ്ലം. അപ്പോൾ കൺസിസ്റ്റൻസി എന്തുകൊണ്ടൊരു പ്രോബ്ലമായി, എന്തുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻസി വരാഞ്ഞത്, അപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതായിരുന്നു മിസ്റ്റേക്ക്, ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചുമ്മാ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ആൻസർ കിട്ടിക്കൊള്ളണം എന്നില്ല. പകരം നമ്മൾ എഴുതുമ്പം നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ അത് കാണാൻ പറ്റും, ഇതാണ് പ്രശ്നം. ആ ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാജിക്കാണ്. ചുമ്മാ നമ്മളോട് ചോദിക്കുന്നതിനെക്കാട്ടിലും അത് ചോദിച്ചിട്ട് അത് എഴുതാൻ തന്നെ നോക്കാം. ഞാൻ എപ്പോഴും അത് ഭയങ്കര നിർബന്ധമായിട്ട് പറയുന്ന കാര്യമാണ്, എഴുതുക തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മളുടെ ഗോൾസിലെ മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഈ നെക്സ്റ്റ് ഇയർ 2026 ഇപ്പം ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ ഇത്ര വെയിറ്റ് ആവണം എന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ഇന്നൊരു ടൈമിനുള്ളിൽ എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ മാസവും എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വേണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമലി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വർഷത്തിനെ 4 ഡിവൈഡ് ചെയ്യാം, 4 ക്വാർട്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുതിയ ജേർണൽ വന്നത് മൈ ഡ്രീം ജേർണി എന്ന് പറഞ്ഞൊരു ജേർണൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത കാര്യം ഇതായിരുന്നു, ക്വാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഗോളിനെ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇപ്പം ഞാൻ ചുമ്മാ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് പറയുമ്പം 2026 ഡിസംബർ ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ചാൽ മതി എന്നൊരു പ്ലാൻ വരുമ്പം എപ്പോഴെങ്കിലും കുറയ്ക്കാം എന്നുള്ളൊരു തോട്ടായിരിക്കും എനിക്ക് വരുന്നുണ്ടാവുക. ഇതിന് പകരം ഞാൻ ആദ്യത്തെ 3 മാസം ഇത്ര കിലോ കുറച്ചാലേ എനിക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്കും എൻ്റെ ടാർഗറ്റിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്കത് കൃത്യമായിട്ട് ബോധം വേണം, 3 മാസത്തിൽ ഞാൻ ഇത്ര കുറയ്ക്കണം, അതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 1 മാസം ഇത്ര കുറയ്ക്കണം. ആ ഒരു വാല്യൂ നമുക്ക് കൃത്യമായിട്ട് വേണം. അപ്പം ആദ്യം തന്നെ ക്വാർട്ടർലി ഗോൾസ് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഏരിയാസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം എല്ലാവർക്കും എല്ലാ ഏരിയാസിലൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു വീൽ ഓഫ് ലൈഫ് എന്ന് കണ്ടുപിടിക്കും. അപ്പം വീൽ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഏരിയാസും നമ്മൾ എത്ര റേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ജാനുവരിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഹെൽത്ത് എൻ്റെത് 1 to 10 റേറ്റിങ്ങിൽ എത്രയിലാണ് നിൽക്കുന്നത്, 3 ആണോ 4 ആണോ 5 ആണോ, ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞു, കരിയർ കഴിഞ്ഞു, അങ്ങനെ ഓരോ ഏരിയാസിലും നമ്മൾ നമ്മളുടെ ആ ഒരു
റേഞ്ച് എത്രയെല്ലാം നിൽക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഈ ഏരിയയാണ് എനിക്ക് വീക്ക്, ഈ ഏരിയ എനിക്ക് ബെറ്റർ ആണ്, എനിക്ക് കരിയറിൽ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ ഫൈനാണ്, എൻ്റെ ഫാമിലി ആയിട്ടുള്ള ടൈമൊക്കെ ഞാൻ നന്നായി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വേറൊരു ഏരിയയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നത്. അപ്പം അതായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു വർഷം ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം ആ ഒരു ഏരിയയിൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു പ്രോബ്ലം ഉള്ള ഏരിയാസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും, എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ആ ഒരു കോർ ഏരിയാസിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഏരിയാസിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്വാർട്ടേഴ്സിലും ഓരോ മന്തിലും നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്യണം എന്നുള്ളതും സെറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ വീക്കിലും നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഞാൻ 10 പേജ് വായിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ വേണ്ടി വരാം. അപ്പം ആ ഡെയിലി ഉള്ള ഹാബിറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ മതി. നമ്മളുടെ ലോങ് ടേമിലുള്ള ഗോളിനെക്കാട്ടിലും എനിക്ക് 10 കിലോ കുറയ്ക്കണം എന്നുള്ളതിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഞാൻ ഇന്ന KG ആകും എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ എപ്പോഴും ഇത്ര കിലോ കുറയ്ക്കും എന്നല്ല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പകരം ഞാൻ ഈ ഒരു വെയിറ്റിലാണ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു ബിസിനസ്മാൻ ആണ്, ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പകരം നമ്മുടെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ജേർണി ടു ബി ദാറ്റ് പേഴ്സൺ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ആ ഒരു പ്രോസസ്സ് ഈസി ആവണം എന്നുണ്ടെങ്കിൽ ഡെയിലി കുഞ്ഞു കാര്യം ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ ഇപ്പം ഒരു ദിവസം മേ ബി 1 hour ആവാം, 2 hour ആവാം, നമുക്ക് എത്രത്തോളം വേണോ അത് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഇതും സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീക്കിലി എന്തൊക്കെ നമ്മൾ ചെയ്യണം, മേ ബി വർക്കൗട്ട് ആവാം, മെഡിറ്റേഷൻ ആവാം, നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ടും, അതായത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് സംഭവിച്ചാലും വിട്ടു പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയുക, ഒരിക്കലും ഒരു ലോങ് ടേമിലേക്കുള്ള ഒന്നും സെറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ പുതിയ വീക്കിലി കാർഡിൽ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, വീക്കിലി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരാഴ്ച, ഈ ഒരു സാറ്റർഡേ വരെ അല്ലെങ്കിൽ ഈ ഒരു സൺഡേ വരെ ഞാൻ ഇതാ ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആവും കാര്യങ്ങൾ. ഒരു 1 വീക്കിലേക്കുള്ള സെറ്റ് ചെയ്താൽ മതി. ഒരു 1 വീക്ക് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും, വർക്കൗട്ട് ചെയ്യും, ഫുഡ് ഡയറ്റ് കറക്റ്റ് ആയിരിക്കും, ഷുഗർ കട്ട് ചെയ്യും, അങ്ങനത്തെ രീതിയിൽ ഒരു 4-5 എണ്ണം മതി. ഇപ്പം 5 എണ്ണം പറ്റില്ലെങ്കിൽ 3 എണ്ണം മതി. 3 എണ്ണം നമ്മൾ ഡെയിലി ചെയ്യണം. ആ ഫോക്കസിൽ പോവാം. എന്നിട്ട് ഓരോ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആവുകയാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി, ഞാൻ പ്ലാൻ ചെയ്ത കാര്യം ചെയ്തു. എന്നിട്ട് അത് ജസ്റ്റ് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ട്രാക്കറിൽ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നോക്കുക. അപ്പം നല്ല രസമാണ്. ആ ഒരു ജേർണി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു മെയിൻ ഫോക്കസ് ആ ജേർണിയിലായിരിക്കണം. അല്ലാതെ അറ്റ് എൻഡ് നമ്മൾ എന്താകും എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഈ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്ത് പോവുക. അപ്പം ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോകുന്ന സമയത്ത് അറ്റ് ദി എൻഡ് നമുക്ക് ആ റിസൾട്ട് എന്തായാലും വരും. മേ ബി നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വലിയ റിസൾട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ അങ്ങ് അരിഞ്ഞ് ചേർന്ന് അങ്ങോട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ ഗോൾസ് എല്ലാം എഴുതി വെക്കുക. ഇപ്പം എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ ഗോൾ എഴുതി വെക്കുക, ഇടയ്ക്ക് എടുത്ത് നോക്കുക. നമ്മൾ കുറച്ചും കൂടെ അവെയർ ആവും, ഇതാണ് എൻ്റെ ഗോൾ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ കുറച്ചും കൂടെ അവെയർ ആകുമ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അത് ചെയ്യാൻ വേണ്ടി. പിന്നെ നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാൽ വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. വിഷൻ ബോർഡിനെ പറ്റി കുറേ വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ മെയിനായിട്ടും നമ്മളെ കാണേണ്ട ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ആ ഇമേജ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം ഇത് ഞാനാണ്. ആ ഒരു വൈബ്രേഷനിലേക്ക് നമുക്ക് വരണം. വാ, എനിക്കിത് കിട്ടി എന്നല്ലെങ്കിൽ ഇത് ഞാനാണ് എന്ന് നമുക്കത് ഫീൽ ചെയ്യണം ഓരോ പ്രാവശ്യം നമ്മൾ ആ ഒരു ഇമേജ് കാണുമ്പോൾ. അങ്ങനത്തെ ഇമേജസ് കളക്ട് ചെയ്യുക, നമ്മളതിനെല്ലാം ഒരു സ്പേസിൽ കൊണ്ടുവരിക, അത് റിപ്പീറ്റഡ്ലി കാണുക. ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വിഷ്വലൈസ് ചെയ്യാനും അത് നമ്മളാണെന്നുള്ളത് വിശ്വസിക്കാനും നമുക്ക് തന്നെ ഒരു ബിലീഫ് വരികയാണ്, ഇത് ഞാനാണ്, ഇതെനിക്ക് ആവാൻ പറ്റും. പിന്നെ റിമൈൻഡറാണ് എപ്പോഴും ഇതാവണം എന്നുള്ളത്. അപ്പം നമ്മൾ ആ ഒരു വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഇമേജ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊരു ഫീലിംഗ് ആണ് ഞാൻ ഇതാവാനുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജ് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്.
നമുക്ക് എങ്ങനെ പോയാലും അത് എത്താൻ പറ്റുമെന്ന് നമുക്ക് തോന്നണം. അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒരു ഫോട്ടോ വയ്ക്കുന്ന സമയം നമുക്ക് അത്രത്തോളം വിശ്വസനീയമല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടാണ് AI യൂസ് ചെയ്തൊക്കെ നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെഷൻ വെക്കാറുള്ളതിൻ്റെ മെയിൻ റീസൺ അതാണ്. കാരണം അതിലുള്ള ഇമേജ് കാണാൻ നമുക്ക് കുറച്ചും കൂടെ വിശ്വസനീയമാണ്. കാരണം നമ്മുടെ സെയിം ഫേസ് ഒക്കെ ഉള്ള എന്നാൽ പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലുക്കിലുള്ള ഒരാളിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ ജെമിനി എല്ലാം വളരെ നല്ല രീതിയിൽ നമ്മളെ ഇതിന് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ വിഷൻ ബോർഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇമേജസ് എല്ലാം നമുക്ക് വളരെ അധികം ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയൊരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യണം ആ വിഷൻ ബോർഡ് കാണുന്ന സമയത്ത്. അല്ലെങ്കിൽ ഓരോ ഇമേജ് കാണുമ്പോഴും നമുക്ക് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് താഴെ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനത്തെ ഇമേജസും അതുപോലെ തന്നെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ബോർഡ്, ആ ബോർഡിൽ മേ ബി ഡിജിറ്റലി മാത്രം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക. ആ രീതിയിൽ തന്നെ പോകുക. അതായത് എന്നും രാവിലെ എണീറ്റ് കുറച്ച് നേരം നമ്മളിത് കാണുക, കുറച്ച് നേരം അത് കണ്ട് ആസ്വദിക്കുക, വളരെയധികം വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക. ഈ ഒരു പരിപാടി ചെയ്യുമ്പം നമുക്ക് തന്നെ ആ ഒരു മെല്ലെ 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 നമ്മുടെ ബ്രെയിനിന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ഞാനാണെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഈസി ആകും. ഓക്കെ, സോ വിഷൻ ബോർഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണം അല്ലെങ്കിൽ സെഷൻസിനൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് കാര്യങ്ങളെല്ലാം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഇപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങൾ. ആദ്യം തന്നെ എനിക്കൊന്ന് മുമ്പത്തെ വർഷത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ എൻ്റെ നല്ല നല്ല മെമ്മറീസ് കാര്യങ്ങളെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കണം. മെമ്മറീസിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് മാക്സിമം എല്ലാ ദിവസവും ആ മെമ്മറി എഴുതാൻ വേണ്ടി നോക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്തായിരുന്നു, നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റ് എന്തായിരുന്നു, അത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം കഴിയുമ്പോഴും നമുക്കത് ഒരു അടിപൊളി മെമ്മറി ആയിട്ട് ഇങ്ങനെ എന്നും നിലനിൽക്കുന്ന ഒരു മെമ്മറി ആയിട്ട് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ലീവ് ചെയ്ത് കളയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാഡ് ഇൻസിഡൻസ് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ആഗ്രഹം ഇല്ല ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇൻസിഡൻസ് എഴുതുക. എഴുതുക, പക്ഷേ ഒരിക്കലും നല്ല പേപ്പറിലല്ല, ഒരു റഫ് പേജ് അല്ലെങ്കിൽ നമുക്കത് കീറിക്കളയാൻ പറ്റും അങ്ങനത്തെ ഒരു പേജ് എടുത്തിട്ട് എല്ലാം എഴുതുക. ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് എന്തൊക്കെ നമുക്ക് ഇൻസിഡൻറ്റിൽ വന്ന് നമ്മൾ ഫീൽ ചെയ്തത്, എന്തൊക്കെ ഇമോഷൻസിലൂടെ നമ്മൾ പോയത്, എവ്രിതിങ്. അതിങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സമാധാനം കിട്ടാനുണ്ട്. ആ സമാധാനം കിട്ടുന്നതെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ റിലീസ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആ പേപ്പറിനെ കീറിക്കളയുക അല്ലെങ്കിൽ ബേൺ ചെയ്ത് കളയുക. അപ്പം നമ്മൾ തന്നെ ഫീൽ ചെയ്യണം ഞാനത് റിലീസ് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മൾ ജേർണലിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വളരെ ക്ലിയർ ആയിട്ട് ഓരോ ഇമോഷൻസും ഈ ഒരു ഇൻസിഡൻറ്റിൽ എന്താ സംഭവിച്ചത്, എനിക്ക് എന്തായിരുന്നു ഇമോഷൻ വന്നത്, ഞാൻ അതിന് ആ സമയത്ത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ കഴിഞ്ഞു, അത് കുഴപ്പമില്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല, വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ഇയർ എന്നുള്ള രീതിയിലൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ലീവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വർഷം തന്നെ വിട്ടിട്ട് നമ്മൾ പുതിയ വർഷത്തേക്ക് കടക്കാൻ പോവുകയാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഞാനൊരു ബ്രീഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മെയിനായിട്ട് വർക്ക് ആവുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം. സി യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.